ഹലോ, ഞാൻ റീന. LIC പുനലൂർ ബ്രാഞ്ചിൽ പ്രോഗ്രാമറായി വർക്ക് ചെയ്യുന്നു. 11-ാം തീയതി ദിവസം രാത്രിയായപ്പോൾ കണ്ണിന് നല്ലൊരു വേദന വന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ണിനകത്ത് ഇങ്ങനെ എന്തോ ഓടുന്നത് പോലും, കണ്ണിൽ നല്ല കടിക്കുന്ന പോലൊരു പെയിനൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് വെച്ചിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഹോസ്പിറ്റൽ അടച്ചുപോയി. പിന്നെ ഡോക്ടറുടെ വീട്ടിൽ ചെന്നു. ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കണ്ണിന് വേദനയാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു മരുന്ന് തന്നു. ഡോക്ടറുടെ മുഖം കണ്ടപ്പോഴേ ഒരു സമാധാനം തോന്നി. ഒരു ആശങ്ക കുറയ്ക്കുന്ന പോലുള്ളൊരു പെരുമാറ്റമാണ് ഡോക്ടർ ശങ്കറിന്, ഷെർലി ശങ്കർ ഡോക്ടറിനും. ഡോക്ടർ പറഞ്ഞു, നേരം വെളുത്തിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയർ ഉണ്ട്, ചെറിയൊരു സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. ഡോക്ടർ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, മരുന്ന് തന്നു. നേരം വെളുത്ത് ഒരു 5 മണിയായപ്പോഴേ ഡോക്ടർ വിളിച്ചു. ഞാൻ അതിരാവിലെ ശങ്കർ സൈ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ അപ്പം തന്നെ സർജിക്കൽ റൂമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. വിളിച്ചു, ചെറിയ ഒരു കണ്ണിലൊരു മരുന്നൊക്കെ ഒഴിച്ചിട്ട് ഹോസ്പിറ്റൽ സർജറി റൂമിൽ കയറി കഴിഞ്ഞിട്ട് കണ്ണിൽ നിന്ന് ഒരു വേമാണ് എടുത്തത്, ഒരു ഐവേമാണ്. അതിനെ എനിക്ക് കാണിച്ചു തന്നു. അതെടുത്തു കഴിഞ്ഞപ്പോഴാണ് കണ്ണിനൊരു ആശ്വാസമായത്. ഡോക്ടർ തലേന്ന് തന്നെ നമ്മളെ വിഷമിപ്പിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളെ എംബ്രാസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് പറയാതിരുന്നത്. ഡോക്ടറുടെ ഒരു പെരുമാറ്റം കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ആശ്വാസമുള്ള ഒരു അനുഭവമാണ്. അവിടുത്തെ ഉത്തരവാദിത്തമുള്ള സ്റ്റാഫ് ആയാലും നമ്മളുടെ ആശങ്ക കുറയ്ക്കുന്ന ഒരു സമീപനമാണ് ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയത്. പുനലൂർ തന്നെ ഇങ്ങനെ ഒരു നേത്രചികിത്സയ്ക്കായി ഇങ്ങനൊരു ഹോസ്പിറ്റലുള്ളത് ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. ഡോക്ടർ ശങ്കറിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും മേൽക്കുമേൽ ശ്രേയസ് ഉണ്ടാവണമെന്ന് ആശംസിക്കുന്നു.